ബഹുമാനപ്പെട്ട നിയമ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് അവർ അദ്ദേഹത്തെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ എ പി എം മുഹമ്മദ് ഹനീഷ് IAS അവരാണ്. അദ്ദേഹത്തെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വ്യവസായ വാണിജ്യ ഡയറക്ടർ ശ്രീ മീർ മുഹമ്മദ് അലി IAS അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. കീനോട്ട് അഡ്രസ് നടത്താനായി അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബാങ്കുകളുടെ പ്രസന്റേഷൻ നിങ്ങൾ കണ്ടതാണ്. SLBCയുടെ കൺവീനർ ശ്രീ പ്രദീപുമായി ബന്ധപ്പെട്ട് 10 R&D ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് കിയോസ്കുമായും പ്രസന്റേഷനുമായും ബന്ധപ്പെട്ട് വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റുമായി സഹകരിക്കുന്നത്. ഇവരുടെ പേരുകൾ ഞാനൊന്ന് പറയാം. CDAC, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി, SWIFT, CIPET, CTCRI, IISR, Indian Institute of Spices Research, National Fire Research and Management Institute, NIFT, National Institute of Fashion Technology, National Institute for Interdisciplinary Science and Technology, NICET, Shri Chitra Tirthan Institute of Medical Science and Technology, Rubber Research Institute of India, RRI. ഈ R&D ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെയും അവരുടെ കിയോസ്കുകൾ പ്രയോജനപ്പെടുത്തുവാൻ വിഷൻ 1000 സെലക്ട് ചെയ്യപ്പെട്ട സംരംഭകരെയും അതിനുവേണ്ട കോർഡിനേഷൻ നടത്തുവാനായി വ്യവസായ വകുപ്പിലെ EO മുതൽ GM വരെയുള്ള ഉദ്യോഗസ്ഥരെയും ചെയ്യണമെന്നും കൂടെ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ R&D ഇൻസ്റ്റിറ്റ്യൂഷൻ ഉദ്യോഗസ്ഥരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. ഒരു സെലക്ഷൻ പ്രൊസീജിയറിലൂടെ സ്കെയിലർ മിഷന് വേണ്ടി സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള 260 വ്യവസായ സംരംഭങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള സംരംഭകരെ ആയ നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Principal Secretary Industries Shri APM Mohammad Hanish IAS for the presentation on loan schemes of KSIDC. Welcome you sir. Good round of applause please. ഞാൻ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനെ റെപ്രസെന്റ് ചെയ്താണ് നിൽക്കുന്നത്. അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അതുകൂടാതെ 7 ഇൻഡസ്ട്രിയൽ പാർക്കുകൾ കേരളത്തിന്റെ വിവിധ ലൊക്കേഷനുകളിൽ KSIDC ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡിവിഷന്റെ. ഇപ്പോൾ ഇൻഡസ്ട്രി ഡയറക്ടറേറ്റിന്റെ 10 സ്കീമുകളെ പറ്റി നമ്മൾ ശ്രമിക്കുകയായിരുന്നു. ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. നമ്മുടെ KSIDCയുടെ മെയിൻ മാൻഡേറ്റ് എന്ന് പറയുന്നത് 3 അല്ലെങ്കിൽ 4 കാര്യങ്ങളായിട്ടാണ് നമ്മൾ പറയുന്നത്. ഒന്ന് ക്രെഡിറ്റ് ഫെസിലിറ്റേഷൻ, ദെൻ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റേഷൻ, ദെൻ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ. അഗെയിൻ വൺ മോർ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷന്റെയും ഫെസിലിറ്റേഷന്റെയും ഭാഗമായിട്ട് KSIDC ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്നതും ഇപ്പോൾ നടത്തിക്കൊണ്ടുവന്നതുമായിട്ടുള്ള വിവിധ പദ്ധതികളെ പറ്റിയും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ I invite Shri Jiju Mohan, Chief Manager SBI SME Kakinad for the presentation on loan schemes of banks for scale-up projects. Welcome you sir. നല്ലൊരു കൈഡി നൽകിക്കൊണ്ട് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഗവൺമെന്റ് നമുക്ക് MSME സെഗ്മെന്റിൽ ഇത്രയും കരുതൽ നൽകുന്നത്, ഊന്നൽ നൽകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം Canara Bank for the presentation on loan schemes of banks for scale-up projects. Welcome you sir. Good round of applause please. ഇനി നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന നിമിഷം I invite Honorable Minister for Law, Industries and Coir, Shri P. Rajeev for the inaugural address. മിഷൻ 1000 കോൺക്ലേവ് തുടങ്ങിയതാണ്. ഉദ്ഘാടനം ചെയ്തതായി ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ ഇയർ ഓഫ് എന്റർപ്രൈസസും പുതിയ പരിപാടികളൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ്. ജില്ലയിലും സംരംഭകരുമായി ആശയവിനിമയം നടത്തുന്നതിനിടയിൽ നിലവിലുള്ള സംരംഭകരൊന്നും വേണ്ടത്ര പരിഗണിക്കുന്നില്ലേ എന്ന ചോദ്യം പലയിടങ്ങളിൽ നിന്നും ഉയരുകയുണ്ടായി. അതിൽ എങ്ങനെ ഒരു പദ്ധതി നമുക്ക് ആവിഷ്കരിക്കും? അതിനാണ് മിഷൻ 1000 എന്നൊരു മിഷൻ തന്നെ നമ്മൾ ആവിഷ്കരിക്കുന്നത്. 1000 സർവീസ് ഉൾപ്പെടെ, മാനുഫാക്ചറിംഗ് മാത്രമല്ല സർവീസും ഈ ഡെഫിനിഷൻ വരും. ഒരു 3 വർഷം കൊണ്ട് ശരാശരി 100 കോടി ടേൺ ഓവറുള്ള സംരംഭങ്ങളായി വിപുലപ്പെടുത്തുക. ശരാശരി നമ്മളത് ഉപയോഗിച്ച് 100 കോടി എന്നല്ല, ചിലപ്പോൾ 70 കോടി, ചിലപ്പോൾ ഒരു 110 കോടിയുള്ളത് 140 കോടിയാകും. അപ്പൊ അതുകൊണ്ട് ഇവരുടെ പരിഗണിക്കപ്പെടാതിരിക്കാൻ പാടില്ല.
നോക്കുമ്പോൾ 1000 ഇൻഡസ്ട്രി 100 കോടി ടേൺ ഓവർ എന്ന് വെച്ചാൽ 1 ലക്ഷം കോടി ടേൺ ഓവറുള്ള 1000 സംരംഭങ്ങൾ കേരളത്തിൽ. ഇതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമുള്ളത്. അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയിലെ ഒരു ഗവൺമെന്റ് പ്രോഗ്രാം നോവൽ ഇന്നോവേഷൻ ആൻഡ് ഗവേണൻസ് എന്ന രൂപത്തിൽ അംഗീകരിക്കുന്നത്. അത് ചരിത്രത്തിൽ 82 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി അത് നമ്മുടെ ഇയർ ഓഫ് എന്റർപ്രൈസസ് ആണ്. മാർച്ച് 28-29 ആനുവൽ കോൺഫറൻസ് ആൻഡ് ഇൻവിറ്റേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ 152 രാജ്യങ്ങളിൽ നിന്നാണ്. സാധാരണ അതിന്റെ ഒരു എല്ലാ വർഷവും നടക്കുന്ന ഈ കോൺഫറൻസ് അമേരിക്കൻ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യും. സാധാരണ അതാണ് എൻ്റെ ഒരു കൺവെൻഷൻ തന്നെ. അപ്പൊ അത്രയും വലിയ റെക്കഗ്നേഷൻ നമുക്ക് കിട്ടിയത് നമ്മളെല്ലാവരും ഒന്നിച്ചു നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയൽ പോളിസി വന്നു, ലാൻഡ് അലോട്ട്മെന്റിന്റെ മാറ്റം, അടുത്തതായി ചീഫ് മാനേജർ SBI SME കാക്കനാട് ശ്രീ ജിജു മോഹനെ ക്ഷണിക്കുകയാണ്. അടുത്തതായി കാനറ ബാങ്ക് ഡിവിഷണൽ മാനേജർ ജോജോ കേസിനെ ക്ഷണിക്കുകയാണ്. Thank you so much. Next, I invite Sri Rahul Kaurav, Senior Operations Manager, India. Next, I invite Sri R.S. Praveen Raj, Senior Principal Scientist, CSIR, NISC. Next, I invite Srimati Rekha K.